ആ ഒറ്റ വീട്ടിൽ പൈസ മരിച്ചേനെ. ആ സ്വന്തം അമ്മേനെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. ഇതാണ് ആണത്തം എന്ന് ചോദിക്കുന്നത്. നിന്നെ അവിടെ നിന്ന് നീ ഒറ്റക്ക് ഇടിക്കാൻ വിളിച്ചിട്ട് നിന്നെ അവിടെ നിന്ന് നിന്നെ ഞാൻ പറഞ്ഞു വിട്ടാണ്. അപ്പോൾ നീ എന്നോട് പറഞ്ഞ എന്താ ഒറ്റക്ക് ഇടിക്കാന്ന്. അതിപ്പോൾ നീ ചെയ്ത് എന്താടാ എന്ന് ചോദിച്ചു. കൂട്ടം കൂടി എന്നെ ആക്രമിക്കണം. ഇതാണ് ആണത്തം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവൻ ആലുവക്ക് പോയി. കാല് വെട്ടിയതിൽ വേറെ ഒന്നും ചെയ്തില്ല. ഇല്ല, കാല് വെട്ടി. എന്നിട്ട് ഇവൻ ഇവിടെ നിന്ന് താമസം, പിന്നെ ഇവനും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഫൈസൽ. അങ്ങനെ ഇവൻ ആലുവക്ക് പോയി. അവിടെ നിൽക്കുന്ന സമയത്താണ് ഇതിനെ തിരിച്ചു പണി വന്നത്. ഒരു ദിവസം രാവിലെ ഇവൻ അമ്മയായിട്ട് ബൈക്കിന് പോകുമ്പോൾ രണ്ടുപേര് വന്നു ഇവൻ അറ്റാക്ക് ചെയ്തു. അതായത് അവിടെ ഒരു തമ്പി എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലല്ല, ഒരു സ്പിരിറ്റൊക്കെ എടുത്തൊരു തമ്പി ഉണ്ടായിരുന്നു. അത്യാവശ്യം ഗഡ്സുള്ള എടുത്തിനാണ്. അവരുടെ കൈ വിരലൊക്കെ മുറിഞ്ഞു പോയി തടുത്തിട്ട്. അവൻ ആ തടുത്തില്ലായിരുന്നെങ്കിൽ, അവൻ്റെ കൈകിട്ട വെട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ ഒറ്റ വീട്ടിൽ പൈസ മരിച്ചേനെ. ഇപ്പോഴും ഉണ്ട് അവൻ്റെ പാട്, തലയിൽ വെട്ട് കിട്ടിയ. ആ സ്വന്തം അമ്മേനെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. ഇത് ഞാൻ എതിർ ഗ്രൂപ്പ് ആയതുകൊണ്ട് പറഞ്ഞതല്ല, അന്ന് ഞങ്ങൾ ഒരുമിച്ചുള്ളതാണ്. കാരണം സ്വന്തം അമ്മേനെ അവിടെ ഇട്ടിട്ട് ഇവൻ രാവിലെയാണ് 8 മണി സമയമാണ്. ആലുവ ഗ്യാരേജിൻ്റെ അവിടെ നിന്ന് ഇവന് ഓടി. ആ തമ്പി തടുത്തില്ലെങ്കിലാ തല വെട്ടിപ്പൊളിഞ്ഞാനെ. ആ നാട്ടുകാർ കൂടി, തമ്പി അയാൾക്ക് ലോക്കൽ ഉള്ളതുകൊണ്ട് അപ്പത്തന്നെ ആൾക്കാർ കൂടി ഇവരെ പോലീസ് വിളിച്ച്. ഇവര് മറ്റേ ഇതിൻ്റെ സംഘടനയുള്ള ആൾക്കാരായിരുന്നു. അവരെന്ന് പറഞ്ഞ് ഇനിയും ചെയ്യും, ഫൈസലിനോട് ഇനിയും ചെയ്യും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ സമയത്ത് അവിടെ വന്നു. അപ്പോൾ ആലുവയിൽ വരുമ്പോൾ എന്താ സംഭവം, തമ്മനത്തുനിന്ന ഫൈസൽ, അങ്ങനെ തമ്മനം ഫൈസലായി. അപ്പോൾ ആ ലോക്കൽ കുറച്ച് പിള്ളേരൊക്കെ കിട്ടി. അന്ന് അവിടെ മന്ദൻ ജോസിയും മറ്റേ പിണ്ടി അശോകനൊക്കെയാണ് അവിടുത്തെ മെയിൻ ആൾക്കാർ.